ചിത്രത്തിന്റെ ഒരു അപ്കമിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പലത്തിന്റെ മേലെ മണ്ഡപത്തിൽ വേദയുടെയും ശക്തിയുടെയും വിവാഹവും താഴെ മണ്ഡപത്തിൽ വിക്രമിന്റെയും രാധയുടെയും വിവാഹവുമാണ് നടക്കുന്നത്. വിക്രം മണ്ഡപത്തിൽ വന്നിരിക്കുന്നുണ്ട്. ഉടനെ തന്നെ രാധ അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരിക്കുട്ടിയായി വിക്രമിന്റെ അടുത്ത് വന്നിരിക്കുന്നു. എല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. എന്നാൽ വിക്രമിന്റെ മുഖത്ത് മാത്രം ഒരല്പം പോലും സന്തോഷമില്ല. എന്നാൽ രാധ സന്തോഷം കൊണ്ട് വിക്രമിൻ്റെ ദേഹത്തൊരു തട്ട് തട്ടുന്നുണ്ട്. വിക്രം രാധയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. രാധ പറയുന്നുണ്ട്, എന്താ വിക്രം ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഈ സമയത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? സന്തോഷിക്ക് വിക്രം എന്ന് പറയുന്നു. പെട്ടെന്ന് പൂജാരി പറയുന്നുണ്ട്, ചെറുക്കൻ ഈ കസവും കൊണ്ട് എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് താളത്തിലുള്ള കസവും കൊണ്ട് എടുത്തു കൊടുക്കുന്നു. അങ്ങനെ വിക്രം നമ്മുടെ വിഷത്തിനോടൊപ്പം കസവും കൊണ്ട് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. റൂമിലെത്തിയതും വിക്രം പറയുന്നുണ്ട്, ചേട്ടൻ പോയിക്കോളൂ, ഞാൻ അങ്ങോട്ട് വന്നോളാം. അങ്ങനെ വിഷം അവിടെ നിന്നും പോരുന്നുണ്ട്. ഇതേ സമയം മേലെ മണ്ഡപത്തിൽ തന്നെ വിവാഹത്തിനുള്ള എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശക്തി മണ്ഡപത്തിൽ വന്നിരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ നമ്മുടെ വേദയും നല്ല സുന്ദരിക്കുട്ടിയായി തന്നെ വന്നിരിക്കുന്നു. വേദ ശക്തിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഇവിടെ വേദ വളരെ ദുഃഖത്തിലും ശക്തിയാണെങ്കിൽ വളരെ സന്തോഷത്തിലുമാണ്. ശക്തിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വേദയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വിക്രം റൂമിലെത്തിയതും തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുണ്ട് വലിച്ചെറിയുന്നുണ്ട്. വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം വിക്രമിൻ്റെ മനസാക്ഷി വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, വിക്രം നിനക്ക് എന്തു പറ്റിയടാ? നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നീ രാധയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവുമല്ലേ? നീ അപ്പോൾ അങ്ങനെ തന്നെ തീരുമാനിച്ചു അല്ലേ? അപ്പോൾ നിന്റെ മനസ്സിൽ വേദയില്ലേ? ഇത് കേട്ടത് വിക്രം തിരിച്ചു ചോദിക്കുന്നുണ്ട്, അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? ഇത് കേട്ട് മനസ്സാക്ഷി വീണ്ടും വിക്രമിനോട് ചോദിക്കുന്നു, അത് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയല്ലേ നിന്നോട് ഞാൻ ചോദിക്കുന്നത്, നിന്റെ മനസ്സിൽ മുഴുവനും വേദയല്ലേ എന്ന്. പിന്നീട് എന്തിനാടാ നീ രാധയുടെ കഴുത്തിൽ താലി കെട്ടാനായി റെഡിയായി നിൽക്കുന്നത്? നീ ചെന്ന് നിന്റെ വേദ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാടാ എന്ന് പറയുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഇല്ല, എനിക്കതിന് കഴിയില്ല. മനസ്സാക്ഷി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിനക്ക് കഴിയില്ല? നീ നിന്റെ അമ്മയെ ആലോചിച്ചുകൊണ്ടല്ലേ ഈ കഴിയില്ലെന്ന് പറയുന്നത്? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അതെ, എൻ്റെയും വേദയുടെയും നടുവിൽ അവളുടെ അച്ഛനും എൻ്റെ അമ്മയുമാണുള്ളത്. ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. ഇത് കേട്ട് മനസ്സാക്ഷി പറയുന്നുണ്ട്, അത് നീ വെറുതെ പറയുന്നതാ. ഇത് നിങ്ങളുടെ ജീവിതമാണ്. ഇവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതും നിങ്ങളാണ്. നീ ചെന്ന് വിളിച്ചോണ്ട് വാടാ നിന്റെ വേദയെ. വേദ ഇപ്പോൾ നീയും ചെല്ലുന്നതും കാത്തിരിക്കുകയാവും. ഈ സമയത്ത് പോലും അവളുടെ കഴുത്തിൽ നീ കെട്ടിയ താലിയുണ്ട്. അതിനർത്ഥം എന്താ? നീ ചെല്ലുന്നതും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൾ ഇരിക്കുന്നതെന്നല്ലേ? ഇപ്പോഴും അവൾ കതിർമണ്ഡപത്തിലിരിക്കുന്ന സമയത്ത് നീ ചെന്ന് വിളിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരിക്കും. ആ പ്രതീക്ഷ നീ കളയരുത്. നീ ചെല്ല് വിക്രം, ചെല്ല്, ചെന്ന് വേദി വിളിക്കടാ എന്നിങ്ങനെ മനസ്സാക്ഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് കേട്ട് വിക്രം ചെവി പൊത്തുന്നുണ്ട്. മിണ്ടല്ലേ, മിണ്ടാതിരിക്കുന്ന ഉച്ചത്തിൽ പറയുന്നു. മണ്ഡപത്തിലാണെങ്കിൽ നമ്മുടെ രാധ തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ട്. കമലാമ്മ വിശ്വത്തോട് ചോദിക്കുന്നുണ്ട്, എടാ വിശ്വം, എന്താ കുറച്ച് നേരമായല്ലോ നമ്മുടെ വിക്രം പോയിട്ട്, കാണുന്നില്ലല്ലോ, ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നീ ഒന്ന് ചെന്ന് നോക്ക് എന്ന് പറയുന്നു. ശരിയമ്മേ, ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം, ഇതാ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വിശ്വം വേഗം റൂമിനടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വിക്രമിൻ്റെ റൂമിനടുത്തെത്തിയതും വിശ്വം ഡോറിൽ തട്ടുന്നുണ്ട്. വിക്രം കതക് തുറക്കുന്നില്ല. എന്നാൽ കമലാമ്മയും രാധയുടെ അമ്മയുമെല്ലാം എന്താ വിക്രമിനെ കാണാത്തതെന്ന് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അവർ പരസ്പരം നോക്കുന്നുണ്ട്. പെട്ടെന്ന് പൂജാരി പറയുന്നുണ്ട്, എനിക്ക് ഇതല്ല, 2-3 വിവാഹങ്ങൾ വേറെയുമുണ്ട്, നിങ്ങൾ ചെന്ന് പെട്ടെന്ന് ചെറുക്കനോട് വരാൻ പറയൂ എന്ന് പറയുന്നു. കമലമ്മ ഇതാ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വാവിനയ്യ, നമുക്ക് ചെന്ന് വിക്രമിനെ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വിക്രമിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വിക്രം വരാൻ വൈകുന്നത് കണ്ട് രാധ വളരെ ടെൻഷനായിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വവും കമലാമ്മയും വിനയനും എല്ലാവരും ഡോറിൽ തട്ടുന്നുണ്ട്. എന്നിട്ട് വിക്രം വിക്രം എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അകത്തുനിന്നും ഒരു പ്രതികരണവുമില്ല. എടാ വിനയ, വിശ്വ, നിങ്ങൾ ഡോർ അങ്ങ് തള്ളി തുറക്കുമെന്ന് കമലം പറയുന്നുണ്ട്. അങ്ങനെ ഡോർ അങ്ങ് തള്ളി തുറക്കുന്ന സമയത്ത് അകത്ത് ആരും തന്നെ കാണുന്നില്ല. അപ്പോൾ വിനയം പറയുന്നുണ്ട്, ഇതാ അവൻ ഉടുക്കാൻ കൊണ്ടുവന്ന മുണ്ട് ഇതാ ബെഡിലിരിക്കുന്നുണ്ടല്ലോ, അവനിതൊന്നും എടുത്തിട്ടില്ല. എടാ അവൻ ബാത്റൂമിൽ എങ്ങനെ ഉണ്ടാവും, വിനയ നീ ചെന്ന് നോക്കെന്ന് പറയുന്നു. വിനയൻ ഡോറ് തുറന്ന് നോക്കുന്ന സമയത്ത് ബാത്റൂമിലുമില്ല. അമ്മേ, ഇവിടെയൊന്നും അവനില്ല എന്ന് പറഞ്ഞതും കമല അങ്ങ് നെഞ്ഞത്തടിച്ച് കരയുന്നുണ്ട്.
ആ ചതിച്ചല്ലോടാ, നമ്മളെല്ലാവരും അവൻ ചതിച്ചല്ലോടാ എന്നും പറഞ്ഞാണ് കമലാമ്മ കരയുന്നത്. അപ്പോഴേക്കും ഒന്നിന് പുറകെ ഓരോരുത്തരുമായി ഇങ്ങനെ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. ശ്രീജയും മാഷും നമ്മുടെ നന്ദിനി അതുപോലെ തന്നെ രാധയുടെ അമ്മയും എല്ലാവരും റൂമിലേക്ക് വരുന്നുണ്ട്. വിക്രമിനെ കാണുന്നില്ല എന്ന വിവരം അറിഞ്ഞതും രാധയുടെ അമ്മ അവിടെ തളർന്നു വീഴുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോളുടെ ഭാവി പോയല്ലോ, ഇനി ഞാൻ എന്ത് മറുപടി പറയും അവളോട് എന്നും ചോദിച്ചുകൊണ്ടാണ് രാധയുടെ അമ്മ കരയുന്നത്. ഉടനെ തന്നെ മാഷ് പറയുന്നുണ്ട്, ഏയ് എന്തിനാ നിങ്ങളിങ്ങനെ ടെൻഷൻ ആവുന്നത്, അവൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഈ അമ്പലത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും, ഒന്ന് ചെന്ന് നോക്കടാ വിനയ എന്ന് പറയുന്നുണ്ട്. വിനയനും വിഷവും കൂടി പുറത്തേക്ക് ഓടുന്നു. എല്ലാവരും വളരെ ടെൻഷനിലാണ്. ഇതിനിടയിൽ നന്ദിനി രാധയുടെ അമ്മയുടെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, അതെ വേദിയുടെ കഴുത്തിലെങ്ങാനും താലി കെട്ടാൻ വേണ്ടി അവൻ പോയിട്ടുണ്ടാവും, ആദ്യം അവിടെ നോക്കിയെന്ന് വിളിച്ചു പറയുന്നു. ഇത് കേട്ട് രാധയുടെ അമ്മ നന്ദിനി ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അയ്യോ എൻ്റെ മോൾ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ കരയുന്നു. ശക്തിയാണെങ്കിൽ വേദയുടെ കഴുത്തിൽ താലി കെട്ടാനായി താലി കയ്യിലെടുക്കുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ആശീർവദിക്കുന്നു. ശക്തി ഇങ്ങനെ താലി വേദയുടെ കഴുത്തിലേക്കൊന്ന് കൊണ്ടുപോകുമ്പോൾ വലത് കൈ നമ്മുടെ വേദ അങ്ങ് തടുക്കുന്നുണ്ട്. വേദ ശക്തിയുടെ കയ്യിലൊറ്റ പിടുത്തങ്ങ് പിടിക്കുകയാണ്. അങ്ങനെ ശക്തി വേദിയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും പുറത്തു നിന്നൊരു സൗണ്ട് കേൾക്കുന്നു. നിർത്ത് എന്നുള്ളൊരു സൗണ്ട് ഉച്ചത്തിൽ. നോക്കുന്ന സമയത്ത് അത് നമ്മുടെ വിക്രമായിരിക്കും. എല്ലാവരും ഒരു നിൽപ്പം അന്തിച്ച് നിൽക്കുന്നുണ്ട്. വേദയ്ക്ക് ആശ്വാസമാണ്. വളരെ ആശ്വാസത്തോടെ സന്തോഷത്തോടെ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ ശ്രീയൊക്കെയാണെങ്കിൽ വളരെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് വിക്രമിനെ കണ്ടതും. ഇവനെങ്ങാനും കല്യാണം മുടക്കാനാണോ വന്നത് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ ശ്രീ ഇങ്ങനെ ദേഷ്യത്തിൽ തൊടുത്തോണ്ട് നിൽക്കുന്നു. ശക്തിക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവണില്ല, എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ള മട്ടിൽ ഒന്ന് വിക്രമിനെ നോക്കും, വീണ്ടും നമ്മുടെ വേദയുടെ മുഖത്തേക്ക് നോക്കും. അങ്ങനെ മാറി മാറി വേദയെയും വിക്രമിനെയും ഇങ്ങനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശക്തി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന താലി താഴെ വയ്ക്കുന്നുണ്ട്. എല്ലാവരുടെയും നോട്ടം വിക്രമിലേക്കാണ്. വേദയും ശക്തിയും പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വിക്രമിനെ തന്നെ നോക്കി നിൽക്കുന്നു. വിക്രമും വേദയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. വിക്രം വളരെ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നുണ്ട്. വിക്രം മുന്നോട്ട് നടന്നുകൊണ്ട് എല്ലാവരുമായി ഉച്ചത്തിൽ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നത്? ഇത്രയും വലിയൊരു അതിക്രമം ഇവിടെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും തന്നെയല്ലേ ഇവിടെ? ഇത്രയും മുതിർന്നവരില്ലേ ഇവിടെ? എന്നിട്ടും ഈ വിവാഹം നടക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുവാണോ? ഇതിനെ തടുക്കാത്തതെന്താ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ശക്തി വിക്രമനോട് ചോദിക്കുന്നുണ്ട്, ഏയ് വിക്രം, എന്താടാ ഇതെല്ലാം? ഇത് കേട്ട് നമ്മുടെ ശ്രീ ഓടി വരുന്നുണ്ട് പിറകിൽ നിന്നും. ഈ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, ഏയ് എന്താടാ, ഈ വിവാഹവും നീയുമായി ഒരു ബന്ധവുമില്ല, പിന്നെന്തിനാ നീ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ നോക്കുന്നത്? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എന്താ നീ പറഞ്ഞത്? ഇതും ഞാനുമായി ഒരു ബന്ധവുമില്ലെന്നോ? എൻ്റെ ഭാര്യയുടെ കഴുത്തിലാണ് ഈ ശക്തി താലി കെട്ടാൻ പോകുന്നതെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ശക്തിയാണ് ഞെട്ടുന്നത്. നമ്മുടെ ശക്തിക്ക് മാത്രം ഈ വിവരങ്ങളൊന്നും തന്നെ അറിയില്ല. ഇപ്പോഴാണ് അറിയുന്നത്. അതിൻ്റെ ഒരു ഞെട്ടൽ നമ്മുടെ ശക്തിയുടെ മുഖത്തുമുണ്ട്. ശക്തി വിക്രമിനെയും വേദയെയും മാറി മാറി നോക്കുന്നുണ്ട്. വിക്രം വീണ്ടും പറയുന്നുണ്ട്, അതെ, ആ മണ്ഡപത്തിലിരിക്കുന്നത് എൻ്റെ ഭാര്യയാ. അവളുടെ വിവാഹം നടക്കുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യേണ്ടത് ഞാനല്ലാതെ വേറെ ആരെയാ? ഇന്നിങ്ങനെ ശ്രീയോട് ചോദിക്കുന്നുണ്ട്. കേൾക്കുന്ന താമസം നമ്മുടെ വേദ സന്തോഷം കൊണ്ട് കരയുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശിയുടെ മുഖത്താണെങ്കിൽ വളരെ സന്തോഷവും. വേദയാണെങ്കിൽ എത്രയോ കാലങ്ങളായി വിക്രമിൻ്റെ വായിൽ നിന്നും കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകളാണ് വേദ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൾ സന്തോഷം കൊണ്ട് കരയാണ്. വിക്രം ഇവിടെ നിന്നിരുന്നവരോടായി വന്ന അതിഥികളോടായി ചോദിക്കുന്നുണ്ട്, അതെ, നിങ്ങൾക്കറിയില്ലേ, ഇവൾ എൻ്റെ ഭാര്യയാണ്. ഈ വിവാഹം നടക്കുന്ന സമയത്തും അവളുടെ കഴുത്തിൽ ഞാൻ അണിഞ്ഞ താലിയുണ്ട്. നിങ്ങൾക്കാർക്കും ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റിയില്ല. കേട്ട് ശ്രീ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഹേയ് എടാ വിക്രം, നീ എന്തൊക്കെയാടാ വിളിച്ച് പറയുന്നത്? നീ തന്നെയല്ലടാ നിൻ്റെ ഭാര്യയല്ല, ഇനി ഒരിക്കലും അവളെ ഭാര്യയായി സ്വീകരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൻ്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത്. ഇപ്പോൾ എവിടുന്നാടാ നിനക്ക് ഈ ഭാര്യ സ്നേഹം വന്നത്? വേഗം പോയിക്കോ, ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, ഇല്ലെങ്കിലേ ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നു. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അതെ, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തതുമാണ്. പക്ഷേ ഞാൻ അത് അറിവില്ലാത്ത സമയത്ത് ചെയ്തതാ. ഞാനങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഞാനും അവളുമായുള്ള ബന്ധം തീരുമോ? അങ്ങനെയാണോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം? എൻ്റെ ഭാര്യയല്ലെന്ന് ഞാനങ്ങ് പറഞ്ഞാൽ അവളെൻ്റെ ഭാര്യയല്ലാതാവില്ലല്ലോ.
ഇതെല്ലാം കേട്ട് നമ്മുടെ വേദയ്ക്കും നമ്മുടെ പത്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ സന്തോഷമാകുന്നുണ്ട്. വിക്രമിൻ്റെ വായിൽ നിന്ന് ഈ വാക്കുകളൊക്കെ വരുന്ന സമയത്ത് അവർ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്. കേട്ട് ശ്രീ പറയുന്നുണ്ട്, അതെടാ, നിയമം അങ്ങനെയാണ് പറയുന്നത്. നീ നിൻ്റെ ഭാര്യയല്ലെന്നും പറഞ്ഞ് അവളെ ഇറക്കി വിട്ടതല്ലേ, അത് തന്നെയാടാ ശരി. അവൾ നിൻ്റെ ഭാര്യയല്ല. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഏയ്, നിയമം എന്തു തന്നെയാ പറയട്ടെ, എൻ്റെ ഭാര്യ പറയട്ടെ, ഞാൻ ഇവിടെ നിന്നും പോയിക്കൊള്ളാം. അവൾ പറയട്ടെ ഞാൻ അവളുടെ ഭർത്താവല്ലെന്ന്, ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് വിക്രം. ഇത് കേട്ടതും വളരെ സന്തോഷത്തോടെ നമ്മുടെ വേദ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ കണ്ണുനിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന തല താഴ്ത്തിക്കൊണ്ട് നിന്ന് നമ്മുടെ വേദ കരയുന്നുണ്ട്. എന്നാൽ ശ്രീ വിക്രമിനോട് പറയുന്നുണ്ട്, ഓ അത്രയേ ഉള്ളോ, എൻ്റെ പെങ്ങൾ നിന്നോട് പറയണം നീ അവളുടെ ഭർത്താവല്ലെന്ന് അല്ലേ? ആയിക്കോട്ടെ, ഇപ്പോൾ തന്നെ അവൾ പറയും. മോളെ വേദേ, പറയടി, ഇവന് നിൻ്റെ ഭർത്താവല്ലെന്ന് നിൻ്റെ വായി കൊണ്ട് തന്നെ പറ മോളെ എന്ന് ശ്രീ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് വേദയോട്. വേദയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വേദ വിക്രമിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. വർഷ പെട്ടെന്ന് വേദയോട് പറയുന്നുണ്ട്, വേദേ മോളെ, ദേ നോക്ക്, നാട്ടുകാരെല്ലാം വിവാഹത്തിന് വന്നിട്ടുണ്ട്, എല്ലാവരും ഇത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുവാണ്. പറ മോളെ, ഈ സമയത്ത് നീ അച്ഛനോടൊപ്പം നിൽക്കണം. ഈ വിവാഹം നടന്നില്ലെങ്കിൽ അച്ഛൻ ജീവിച്ചിരിക്കില്ല. പിന്നെ പറ മോളെ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവൻ നിൻ്റെ ഭർത്താവല്ലെന്ന് തുറന്നു പറ മോളെ എന്നിങ്ങനെ വർഷ വേദയോട് പറയുന്നുണ്ട്. ശങ്കരനാരായണനും എല്ലാവരും ഇങ്ങനെ വേദയുടെ മുഖത്തേക്ക് തന്നെ വേദയുടെ പ്രതികരണം അറിയാൻ വേണ്ടി നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ വേദ ഒന്നും മിണ്ടുന്നില്ല. വിക്രമും വേദയും ഇങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കുന്നു. വിക്രം കൂടുതൽ വേദയുടെ അടുത്തേക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നുണ്ട്, നീ എന്നെ വിട്ട് പോവോടി? അങ്ങനെ പോവോ നീ പോയാലും ഞാൻ ചാവത്തില്ല. പക്ഷേ നീ എല്ലാവരെയും മുഖത്ത് നോക്കി പറ, നീ എൻ്റെ ഭാര്യയാണെന്ന്. മുൻപ് ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു. നീ എൻ്റെ ഭാര്യയല്ലെന്നും പറഞ്ഞ് നിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന് പകരമായി നീ ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരരുത്. ഇത് കേട്ട് ശ്രീവേദയോട് പറയുന്നുണ്ട്, മോളെ വേദേ, നീ ഇവന് വിശ്വസിക്കരുത്. വീണ്ടും നിന്നെ ഇവനെ വിളിച്ചോണ്ട് പോയി വീണ്ടും നിന്നെ ഇറക്കി വിടില്ലെന്ന് എന്താണ് ഉറപ്പ്? ഇപ്പം തന്നെ കണ്ടോ, അവിടെ ഒരു പെൺകുട്ടിയെ താലി കെട്ടാനായി അണിഞ്ഞൊരുങ്ങിയിരിക്കുക. അവിടെ അതിനെ ഇരുത്തിക്കൊണ്ടാ ഇവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിന്നെ വിളിക്കാനായി. ഇവനെ നീ വിശ്വസിക്കരുത് മോളെ. നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയുണ്ടല്ലോ, അത് പൊട്ടിച്ച് അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കും മോളെ. എന്നിട്ട് നീ എൻ്റെ ഭർത്താവല്ലെന്ന് ഇവനോട് തുറന്നു പറ മോളെ എന്നിങ്ങനെ ശ്രീ നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ശക്തി എന്ത് ചെയ്യണം അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും ശക്തിക്ക് മനസ്സിലാവുന്നില്ല. വിക്രം വേദയോട് പറയുന്നുണ്ട്, ഇതാ ഈ നിൽക്കുന്ന ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞാൻ നിന്നോട് പറയുന്നത്. നീ എന്നോട് പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം. എന്നോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു വേദേ എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് വിക്രം. വേദേ, നീയാണ് എൻ്റെ മനസ്സ് മുഴുവനും നീയാണ്. എൻ്റെ ജീവിതം, എൻ്റെ രക്തം, എല്ലാം, എനിക്കെല്ലാം നീയാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല വേദേ. വേദേ, നീ ഈ വേഷത്തിൽ ശക്തിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എനിക്ക് എന്തോ പോലെ ആവുന്നു വേദേ. എനിക്ക് നിന്നെ ഈ വേഷത്തിൽ അവൻ്റെ അടുത്ത് നിൽക്കുന്നത് കാണാൻ പോലും കഴിയുന്നില്ല. അവൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയാലുണ്ടല്ലോ ഞാൻ ചത്തുപോവും, ഉറപ്പാ വേദേ എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട്. വേദേ, എല്ലാവരോടുമായി പറയടി, ഞാനാണ് നിൻ്റെ ഭർത്താവെന്ന് ഉച്ചത്തിൽ വിളിച്ച് പറയേ. ഞാൻ നിന്നോട് ചെയ്തത് എല്ലാം തെറ്റാണ്. ഞാൻ മറ്റൊരു വിവാഹത്തിന് പോലും സമ്മതിച്ചത് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. അമ്മ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാനതിന് സമ്മതിച്ചത്. അമ്മ വേറൊരു വിവാഹം കഴിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടതും അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ നിന്നെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്. നീ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഞാൻ നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ഈ ഭൂമി സത്യം, ആകാശം സത്യം, ഈ കോവിലുള്ള ദൈവമാണ് സത്യം. വേദ, ഞാൻ നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് ഉച്ചത്തിൽ വിക്രം വിളിച്ചു പറയുന്നുണ്ട്. വിക്രം ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് കേട്ട് നമ്മുടെ വേദ ഇങ്ങനെ പൊട്ടി കരയാണ്. അത്ര നേരം പിടിച്ചു നിന്നിരുന്നു. പക്ഷേ വിക്രം ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് തന്നെ വേദ വളരെ ഉച്ചത്തിൽ കരയാണ്. ഇതെല്ലാം കണ്ട് നമ്മുടെ ശങ്കരനാരായണൻ വളരെ ആന്തം വിട്ട് ദേഷ്യം വന്നും എല്ലാം ഒരു മുഖത്തോടു കൂടി ഇങ്ങനെ വേദയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്.
വീണ്ടും വിക്രം പറയുന്നുണ്ട്, വേദേ പറ വേദേ, എല്ലാവരോടിട്ട് പറയേ, ഞാനാണ് നിന്റെ ഭർത്താവാണെന്ന് ഉച്ചത്തെ വിളിച്ച് എല്ലാവരും കേൾക്കെ പറ വേദേ എന്നിങ്ങനെ വീണ്ടും വിക്രം നിർബന്ധിക്കുന്നുണ്ട് വേദയെ. ഇങ്ങനെ വേദയോട് വീണ്ടും വീണ്ടും പറയുകയാണ്. ഇത് കേട്ട് ശ്രീ ദേഷ്യത്തോടെ വിക്രമിനോടായി പറയുന്നുണ്ട്, എടാ എടാ റൗഡി, അവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലടാ, എന്നിട്ടും നിനക്ക് പോകാനായില്ലേ, പോ പോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിനെ തള്ളി തള്ളി പിറകോട്ട് തള്ളുകയാണ്. ഇത് കണ്ടിട്ട് അവനെ പിടിച്ച് തള്ളുന്നുണ്ട് വിക്രമും. എന്നിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് പറയുന്നുണ്ട് വിക്രം, അതെ, ഞാൻ അവളെ പുറത്താക്കി, അവളെ എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ പുറത്താക്കി. ഒരുപാട് ദേഷ്യത്തോടെ ഞാൻ അവളോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അത് വിചാരിച്ച് അവൾ എന്നെ വിട്ടു പോവോ വേദേ? ഇവളെൻ്റെ ഭാര്യ, അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഞാൻ കെട്ടിയതാ. ഇവളെൻ്റെ ഭാര്യയാണ്. അവൾ പറയട്ടെ എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ. ആ നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളാം.